ഹായ്. അപ്പോൾ ഇന്നലെ ഞാൻ നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള 2 മാർഗ്ഗങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. എങ്ങനെ അവരെ ഡീൽ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു തന്നിരുന്നു. ഇനി ഈ നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ക്യാരക്ടർ നമുക്കൊരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നിങ്ങളിനി എങ്ങനെയൊക്കെ ശ്രമിച്ചാലും അവരുടെ സ്വഭാവം ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. നമുക്ക് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് കൂടെ നിർത്തിയാലേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവർ എങ്ങനെയുള്ള ആൾക്കാരാണെന്ന്. പക്ഷെ നമുക്ക് അവരെ ഒഴിവാക്കി വിടാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അങ്ങനെയുള്ളപ്പം നമുക്ക് അവർക്കൊരു വാല്യൂ കൊടുക്കാം. അവർക്കൊരു വാല്യൂ കൊടുത്തുകൊണ്ട് നമ്മുടെ മൈൻഡിൽ നമുക്കറിയാമല്ലോ അവരിങ്ങനെയുള്ള ആൾക്കാരാണെന്ന്. അപ്പം നമുക്ക് മാക്സിമം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. നിങ്ങളിനി എത്രയൊക്കെ വില കൊടുത്താലും അവർക്ക് നമ്മൾ വില കൊടുക്കുന്നുണ്ട് എന്ന് അവർക്ക് തോന്നാനും പോകുന്നില്ല. അവരത് അക്സെപ്റ്റ് ചെയ്യത്തുമില്ല. എങ്കിലും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് ചെയ്യാം. അവരുടെ അവരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്റ്റാൻഡിൽ നമ്മൾ നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സ്റ്റാൻഡിൽ നമ്മൾ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. നമ്മുടെ സ്റ്റാൻഡിൽ നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ ഒരു ടിപ്പുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞു തന്നില്ലേ? അതായത് നമ്മൾ എന്താണോ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം എന്താണെന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയണം. അപ്പോഴേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാൻഡിൽ നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മളെ ഒരുപാട് വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം നമുക്കറിയാം ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ എടുക്കാതിരിക്കുക. മനസ്സിലായോ? നിങ്ങളത് മനസ്സിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ഹർട്ട് ചെയ്യുവാണ് അവിടെ. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം നിങ്ങളൊരിക്കലും അവർ കാണിക്കുന്ന അവർ നമ്മളെ വേദനിപ്പിച്ചാൽ പോലും അത് നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ എടുക്കരുത്. മനസ്സിലായോ? പരമാവധി കുത്തി നോപ്പിക്കുക എന്നതാണല്ലോ ഇവരുടെ ഹോബി എന്ന് പറയുന്നത്. നമ്മളെ എപ്പോഴും ഇവരെപ്പോഴും എന്താ ചെയ്യുന്നത്? നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ടായിരിക്കും നമ്മളെ വിഷമിപ്പിക്കുന്നത് അല്ലേ? ഇവർക്ക് എന്താ കാണേണ്ടത്? നമ്മൾ തളർന്ന് കിടക്കുന്നത്, നമ്മൾ വീണ് കിടക്കുന്നത് കാണാനാണ് അവർക്കിഷ്ടം. അതുകൊണ്ടാണ് അവർ നമ്മളെ എപ്പോഴും ഇങ്ങനെ കുത്തി നോപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പം നിങ്ങളത് ചെവി കൊള്ളാതിരിക്കുക. അവരുടെ കാര്യമാണ് പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇവരൊരിക്കലും ഞാൻ പറഞ്ഞെന്നല്ലോ, ഇവരൊരിക്കലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇവർക്കുണ്ടാവില്ല. തീർച്ചയായിട്ടും ആവർത്തിച്ച് പറയുന്നത് നമ്മുടെ കുഴപ്പമാണ്, നമ്മുടെ തെറ്റാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് എൻ്റെ തെറ്റല്ല, ഇത് അവരുടെ തെറ്റാണ്. അവിടെ ഒരിക്കലും ആർഗ്യുമെൻറ്റിനൊന്നും നിങ്ങൾ പോകേണ്ട കാര്യമില്ല. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ എപ്പോഴും മാക്സിമം നിങ്ങൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് സംസാരിക്കേണ്ട, മിതമായിട്ട് നിങ്ങൾ സംസാരിച്ചാൽ മതി ഇങ്ങനെയുള്ള ആൾക്കാരോട്. ബാക്കിയുള്ള കാര്യങ്ങൾ, ബാക്കി ഡീലിങ്സ് എന്താണെന്നുള്ളത് നാളെ നമുക്ക് നോക്കാം.